ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. നമ്മുടെ വോട്ടർമാരുടെ പരിധി എത്രത്തോളമാണ് എന്നുള്ളത് അങ്ങേക്ക് വ്യക്തമായി അറിയുകയും ചെയ്യാം. പക്ഷേ ഇന്ത്യ ഒരു വലിയ രാജ്യമാകുന്നതും ഇന്ത്യ ഒരു മഹാരാജ്യമാകുന്നതും ഇവിടുത്തെ ജനാധിപത്യത്തിന്റെ സവിശേഷത കൊണ്ട് തന്നെയാണ്. അത് അട്ടിമറിക്കപ്പെട്ടു എന്ന ആരോപണം ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ് എന്നിരിക്കെ അതിന്റെ ഗൗരവം കൂടുകയും ചെയ്യുന്നു. അങ്ങയുടെ ഇത്രയും കാലത്തെ അനുഭവ സമ്പത്തിൽ നിന്ന് ഈ പരാതിയുടെ ഈ ആരോപണത്തിന്റെ സാങ്കത്യം എന്താണ് എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്, ഒരു ഇലക്ടറൽ ഡെമോക്രസിയാണ് നമ്മളത്. ആ നിലയ്ക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യന്ത്രമായി കണക്കാക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ വളരെയധികം നീതിപൂർവമായി പ്രവർത്തിക്കണം. ആ നിലയ്ക്ക് അതിൻ്റെ പ്രവർത്തനത്തിലുണ്ടാകുന്ന പരിമിതികളാണ്, അതിലുണ്ടാകുന്ന കഴിവുകേടുകളും അവരെ ഇന്നെഫിഷ്യൻസിയുമാണ് ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഈ രാജ്യത്ത് 100 കോടി വോട്ടേഴ്സുണ്ട്. നമുക്കറിയാം, വോട്ടർമാർ യാത്ര ചെയ്യും, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യും, ടെമ്പററിലി താമസിക്കും, കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും. ഇങ്ങനെ തുടങ്ങി പിന്നെ അമർത്യ സെൻ ഇന്നലെ ചൂണ്ടിക്കാണിച്ചതുപോലെ, വിശ്വവിഖ്യാതനായ അമർത്യ സെൻ ചൂണ്ടിക്കാണിച്ചതുപോലെ, ഇതിലേറ്റവും സഫർ ചെയ്യുന്നത് പാവപ്പെട്ട ആൾക്കാരാണ്. ചിലപ്പോൾ ഒരു മുറിയിൽ അവർ കഴിഞ്ഞുകൂടിയെന്നിരിക്കും, പിന്നെ അവരെ കാണത്തില്ല. ഇതൊക്കെ ഈ ഇന്ത്യയിൽ ഞാൻ തിരഞ്ഞെടുപ്പ് പഠനങ്ങൾ ഒരുപാട് നടത്തിയുണ്ട്. കേരളത്തിൽ പോലും, തിരുവനന്തപുരത്ത് പോലും ചില ഇലക്ടറൽ റോളിലുള്ള വീട് ഞങ്ങളുടെ പോൾ സ്റ്റേഷന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു വീടേ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഈ എന്തുകൊണ്ടായി സംഭവം? എനിക്ക് 1 മിനിറ്റ് കൂടെ തരണം. ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ആൾക്കാരൊന്നുമല്ല. ഇത് യഥാർത്ഥത്തിൽ നടക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ മെഷീനറി എന്ന് പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ച് മറ്റ് അധ്യാപകരെ താൽക്കാലികമായിട്ട് പറഞ്ഞു വിടുകയാണ്. അവർക്ക് അതിനുള്ള പരിമിതിയേ ഉള്ളൂ. അവരതുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ജോലി ചെയ്യും. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ സ്ത്രീകളെയാണ് വിടുന്നതെങ്കിൽ അവർ ഭർത്താക്കന്മാരാരെങ്കിലും കൂടെ വരും. ചിലപ്പോൾ ഭർത്താവായിരിക്കും ചെന്ന് ഡേറ്റ കളക്ട് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഇത് വലിയ നഗരങ്ങളിലായാലും ചെറിയ നഗരങ്ങളിലായാലും എന്യൂമറേഷൻ പ്രോപ്പറല്ല. ഈ വോട്ടർ രജിസ്ട്രേഷൻ പ്രോപ്പറാകണം. ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം വോട്ടർ രജിസ്ട്രേഷനാണ്. ഇപ്പോൾ ഞാൻ ഇടയ്ക്കിരുന്ന് തമാശയിലൊന്ന് ആലോചിച്ചു പോയി. അതായത് കന്യയ്യപ്പൻ വരാത്തൊരു സമയത്ത് അയ്യപ്പൻ വിവാഹം ചെയ്യുമെന്ന് പറയുന്നു. അതുപോലെ പെർഫെക്റ്റായിട്ടൊരു ഇലക്ടറൽ റോൾ ഉണ്ടാകുമ്പോഴാണ് ജനാധിപത്യത്തിൻ്റെ പൂർണ്ണ വിജയം നിൽക്കുന്നത്. അങ്ങനെ ഒരു ഇലക്ടറൽ റോൾ ഇല്ല. ഈ ഇലക്ടറൽ റോളുമായിട്ട് നല്ല പരിചയമുള്ള ഒരാളെന്നുള്ള നിലയിൽ പറയുകയാണ്. ആൾക്കാർ മരിക്കും, കൂടുതൽ ടെമ്പററി ആയിട്ട് മൂവ് ചെയ്യും, പെർമനൻ്റ് ആയിട്ട് മൂവ് ചെയ്യും, മറ്റു ചില വ്യത്യാസങ്ങൾ വരും, ഒരേ സമയം മറ്റു സ്ഥലങ്ങളിൽ പേര് രജിസ്റ്റർ ചെയ്യും. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്തോ കരിങ്കലിന് കാറ്റുപിടിച്ച പോലെ ഒരു കൊടൂര ഇരുമ്പ് ഫ്രെയിം വർക്കുള്ളൊരു സംഭവ വികാസമാണ്, അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിന് ഒരു തെറ്റും വരാൻ കഴിയില്ല. അതിനുവേണ്ടി ഇന്ത്യൻ ജനാധിപത്യം ചെലവഴിക്കുന്ന പണം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണ്. അത് ഈ രീതിയിൽ കുത്തഴിഞ്ഞ് പ്രവർത്തിച്ചാൽ മതിയോ? പോരാ, തീർച്ചയായിട്ടും പോരാ. ഇതിൻ്റെ പ്രധാനമായിട്ട് ആരോപണം ഉന്നയിക്കേണ്ടതും വിമർശിക്കേണ്ടതും ഇലക്ഷൻ കമ്മീഷനെ തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷൻ നീതിപൂർവമായി പ്രവർത്തിച്ചാലേ ജനാധിപത്യം വിജയിക്കുള്ളൂ. ഇന്ന് യാദൃച്ഛമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഹിന്ദുവിലെ ഒരു മനോഹരമായൊരു എഡിറ്റോറിയൽ, ഫിക്സ് ദ ഫ്ലോസ് എന്നാണ് പറയുന്നിരിക്കുന്നത്. സാധാരണ ഇടതുപക്ഷ പത്രമാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആ പത്രത്തിനകത്ത് വന്നിരിക്കുന്ന ഫുൾ എഡിറ്റോറിയൽ, ഒറ്റ എഡിറ്റോറിയലാണ്, 2 പാരഗ്രാഫിൽ വളരെ വ്യക്തമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ പരിമിതികളും അവർ ചെയ്യാത്ത കാര്യങ്ങളും വോട്ടർ രജിസ്ട്രേഷൻ ശരിയാക്കേണ്ട ന്യൂനതകളും ഇത് പറയുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയ കാര്യത്തെക്കുറിച്ച് അവർ വളരെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നുണ്ട്. ഇത് കാരണം ഒരു മാസീവ് റിഗ്ഗിങ് നടന്നു എന്ന് ഞങ്ങൾക്ക് കരുതാൻ പറ്റില്ല. ഇതുമൂലം തിരഞ്ഞെടുപ്പ് ഒരു ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായി കണക്ട് ചെയ്തു എന്നുള്ളൊരു കോറിലേഷൻ സ്ഥാപിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. ഇത് ഞാൻ തിരഞ്ഞെടുപ്പ് രംഗത്തുള്ള വിശാലമായൊരു സമൂഹത്തെ മനസ്സിൽ കണ്ടുകൊണ്ട്, അതിൻ്റെ ഏറ്റവും മൈക്രോ ലെവലിലുള്ള ഇലക്ടറൽ റോളിനെ കണ്ടുകൊണ്ട്, ഇതിനകത്ത് ഇലക്ഷൻ കമ്മീഷനാണ് മുഖ്യപ്രതി. അപ്പോൾ അവർ കുറച്ചുകൂടി ജനാധിപത്യപരമായി പ്രവർത്തിക്കണം, കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഇത്തരം കാര്യങ്ങൾക്ക് അവർക്ക് പറ്റിയ തെറ്റ് അവർ സമ്മതിക്കണം.